ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് മാസ്റ്റർ കാർഡ്, അതുപോലെ JP Morgan അതുപോലത്തെ വലിയ വലിയ കമ്പനീസാണ് നമുക്ക് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജോബ് കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സൈബർ സെക്യൂരിറ്റി എക്സ്പീരിയൻസ്. സോ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് നേടാൻ പറ്റും? ഫസ്റ്റ് തിങ് യു ക്യാൻ ഡു ബഗ് ബൗണ്ടി ഓർ ഫ്രീലാൻസ് പെനിട്രേഷൻ ടെസ്റ്റിംഗ്. ഇത് രണ്ടും ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നേടാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയിൽ പോയിട്ട് അവിടെ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നേടാൻ പറ്റും. പക്ഷേ ഒരു ബിഗിനറെ സംബന്ധിച്ച് ഇത് രണ്ടും എല്ലാവർക്കും തന്നെ പോസിബിൾ ആവണമെന്നില്ല. ഓക്കെ, ലൈക്ക് ബഗ് ബൗണ്ടി ആയാലും ഒരു കമ്പനിയിൽ പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്യണതായാലും എല്ലാവർക്കും പോസിബിൾ അല്ല. ബിക്കോസ് ഒരു കമ്പനിയെ സംബന്ധിച്ച് തന്നെ മാക്സിമം അവിടെ ഒരു വലിയൊരു കമ്പനി ആയാൽ പോലും മാക്സിമം അവിടെ ഒരു 5-6 വേക്കൻസീസൊക്കെ ആസ് എൻ ഇൻറ്റേൺഷിപ്പ് അവർക്ക് കാണും. അപ്പോൾ അതെല്ലാവർക്കും തന്നെ കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് പ്രോപ്പറായി തന്നെ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സോ അതുപോലെ ഫാമിലീസിൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് സൈബർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലോ ഇൻസ്റ്റാഗ്രാമിലോ ലൈക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബഗ് ബൗണ്ടി, സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് കണ്ടൻറ്റ്സ്, അതുപോലെ ജോബ് അലേർട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അതുകൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ടൈം കളയാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് ഇൻറ്റേൺഷിപ്പ് തന്നെയാണ്. ഇൻറ്റേൺഷിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പ് കമ്പനീസ് ലൈക്ക് മാസ്റ്റർ കാർഡ്, അതുപോലെ JP Morgan എന്നിങ്ങനത്തെ കമ്പനീസാണ് നമുക്ക് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ബ്രൗസറിൽ പോവുക. ബ്രൗസറിൽ പോയതിനു ശേഷം theforge.com എന്ന് പറഞ്ഞ സൈറ്റിൽ പോകും. ഞാൻ ഓൾറെഡി ഒരു ഇൻറ്റേൺഷിപ്പ്, ടാറ്റയുടെ ഒരു ഇൻറ്റേൺഷിപ്പ് ഞാൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം വെബ്സൈറ്റാണ്. അതിൽ നമ്മൾ ജസ്റ്റ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ജോബ് സ്റ്റിമുലേഷൻ. ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു ജോബ് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ഒരു ഓൺലൈനായിട്ട് ഒരു സ്റ്റിമുലേഷൻ കണക്ക്, ഒരു ജസ്റ്റ് ഒരു ലാബ് കണക്ക് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതിൽ ജസ്റ്റ് വ്യൂ ആൾ ജോബ് സ്റ്റിമുലേഷന് ജസ്റ്റ് കൊടുക്കുക. ആ ഒരു കാര്യം ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഓപ്ഷൻസ് കാണാം, കരിയർ ഇൻട്രസ്റ്റ്, അതുപോലെ കമ്പനി എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ കരിയർ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ടൈമിൽ ഇവിടെ സൈബർ സെക്യൂരിറ്റി മാത്രമല്ല ഒരുപാട് ഇൻറ്റേൺഷിപ്പ് അവൈലബിൾ ആണ്. ലൈക്ക് അക്കൗണ്ടിങ്, അതുപോലെ ഡേറ്റ ഡിസൈൻ, എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റി. സോ ജസ്റ്റ് സെക്യൂരിറ്റി എന്ന് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. കമ്പനി നമുക്ക് ഓൾ കമ്പനി തന്നെ കൊടുക്കാം. ഓക്കെ, ഇത് ഇത്രയും കൊടുക്കുന്ന ടൈമിൽ തന്നെ ഇവിടെ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്ത് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത് മാസ്റ്റർ കാർഡ്, അതുപോലെ JP Morgan ആൻഡ് AIG, അതുപോലെ ഡേറ്റാകോം, അത് ലൈക്ക് ഇതുപോലത്തെ വലിയ വലിയ കമ്പനീസാണ് നമുക്ക് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡെമോ പർപ്പസ് ഞാൻ ഓൾറെഡി ഇത് ചെയ്ത് പ്രൂവ് ചെയ്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ഈ സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് നേരത്തെ കണ്ടെന്ന് വിചാരിക്കുന്നു സ്ക്രീനിൽ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഈ മാസ്റ്റർ കാർഡിൻ്റെ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മാസ്റ്റർ കാർഡിൻ്റെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളെ ആ ഒരു പേജിലോട്ട് ഇപ്പോൾ റീഡയറക്റ്റ് ആവും. നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കുറച്ച് സ്ലോ. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ റീഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. സ്കിൽ യു വിൽ ലേൺ ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ സ്കില്ലാണ് പഠിക്കുന്നത്, ഹൗ ഇറ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ലൈക്ക് ഒരു ടാസ്ക് തന്നിട്ടുണ്ട്. അതുപോലെ പ്രീ റെക്കോർഡഡ് വീഡിയോസ് കാണും. അതെല്ലാം കണ്ടതിന് ശേഷം ആ ടാസ്ക് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യണം. ആൻഡ് ഇവിടെ ലൈവ് സെഷനല്ല, ഡയറക്റ്റ് ഓൾറെഡി ചെയ്ത് വച്ചിട്ടുള്ള കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഇത് കഴിയുന്ന ടൈമിൽ. അതുപോലെ നമുക്ക് ലിങ്ക്ഡിനിലാവട്ടെ, നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലോ അതുപോലെ
എല്ലായിടത്തും നമുക്ക് ഈ ഒരു കാര്യം പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ സ്റ്റാർ ഫ്രീ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് ആവുന്നത്. സോ ജസ്റ്റ് സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുത്തതിന് ശേഷം നമ്മളെ ഫസ്റ്റ് നെയിം കൊടുക്കുക. നമ്മുടെ യൂട്യൂബ് കൊടുക്കുന്നു, ജസ്റ്റ് ഷോർട്ട് ഫോം വൈറ്റ് എന്ന് കൊടുക്കുക. ആൻഡ് മെയിൽ ഐ ഡി കൊടുക്കുന്നു, ജസ്റ്റ് ഇവിടെ ഒരു പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, കറൻ്റ്ലി എന്താണ് ചെയ്യുന്നുള്ള ഓപ്ഷൻ ചോദിക്കും. ജസ്റ്റ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. സോ ജസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും തൊട്ട് താഴെ വരുന്നത്. അതുപോലെ ഹൈസ്കൂളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, ആ സ്കൂൾ ഏത് സ്കൂളിലാണ് കറൻ്റ്ലി പഠിക്കുന്നത് എന്നുള്ള, കരിയർ ആണെങ്കിൽ എന്ത് കരിയറാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. സോ ജസ്റ്റ് അതേഴ്സ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്നാണ് നമ്മൾ കേട്ടത്, ഇത് മാൻഡേറ്ററി അല്ല, ജസ്റ്റ് ഈ സ്റ്റാർ കിടക്കുന്ന മാത്രം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. സോ ജസ്റ്റ് അതിനുശേഷം രജിസ്റ്റർ കൊടുക്കുക. ഐ തിങ്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ നിന്നായതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, യൂട്യൂബിൽ നിന്നാണ് കണ്ടെങ്കിൽ ആ ഒരു യൂട്യൂബ് കൊടുക്കുക, ജസ്റ്റ് രജിസ്റ്റർ കൊടുക്കുക. ഇപ്പോൾ രജിസ്റ്റർ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ജസ്റ്റ് മാസ്റ്റേഴ്സ് ആണെങ്കിൽ മാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതും നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. കാര്യം ഇതൊന്നും മാൻഡേറ്ററി അല്ല. വാട്ട് ഇയർ ഡിഡ് യു ഫിനിഷ്, ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് കൊടുക്കുക. സെലക്ട് കൊടുക്കുക, 2020 കൊടുക്കുക. ചുമ്മാ റാൻഡമായിട്ട് കൊടുക്കുന്നതാണ്, ജസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇതൊന്നും കറക്റ്റ് കൊടുക്കണമെന്നില്ല, ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും റാൻഡമായിട്ടൊക്കെ കൊടുത്താൽ മതി. അതായത് ഇവിടെ സ്കിപ്പ് ചെയ്യുക ഓപ്ഷൻ ഉണ്ട്, സ്കിപ്പ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുക. ഇത് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക. സോ ഇന്ത്യ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതർ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതർ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഇന്ത്യ സെർച്ച് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ വിൽ യു നൗ ഓർ ഇൻ സ്പോൺസർഷിപ്പ് വിസ വേണോ എന്നുള്ള രീതി ചോദിക്കുന്നു. നമ്മൾ ഇന്ത്യയിലാണ് കറൻ്റ്ലി ഉള്ളത്. സോ ജസ്റ്റ് നോ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് ഇവിടെ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുക. സ്കിപ്പ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഇമെയിലാണോ കൊടുത്തത് അതിൽ നിങ്ങൾക്കൊരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ വെരിഫൈ ചെയ്യാനുള്ള നമ്മുടെ കൺഫേം ചെയ്യാനുള്ള ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നിങ്ങൾ പ്രോപ്പർലി ഈ ഒരു സ്റ്റെപ്പ് എല്ലാം ഫോളോ ചെയ്യുക. കാര്യം ഇത് നിങ്ങൾക്ക് പലർക്കും ഇത് വന്ന് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞെനിക്ക് പോയാൽ മതി. സോ മിക്കവാറും ബിഗിനറൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്, അപ്പോൾ അവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞ് പോകുന്നത്. സോ ജസ്റ്റ് ക്ലിക്ക് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാസ്റ്റർ കാർഡിൻ്റെ ക്ലിക്ക് ചെയ്ത സാധനം എൻറോൾ ആയിട്ടുണ്ട്. എൻറോൾ ആവാനുള്ള ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ മാസ്റ്റർ കാർഡിൽ ആ ഒരു ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവർ വീണ്ടും ചോദിക്കുന്നുണ്ട്. അതും നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഏതിൽ നിന്നാണ് കേട്ടത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. ജസ്റ്റ് അതർ കൊടുക്കുക, പക്ഷേ നെക്സ്റ്റ് കൊടുക്കുക. ജസ്റ്റ് ഇതെന്തെങ്കിലുമൊക്കെ റാൻഡമായിട്ട് ജസ്റ്റ് കൊടുത്താൽ മതി. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ റാൻഡമായിട്ട് കൊടുക്കുക. നിങ്ങൾ വായിച്ച് നോക്കി കൊടുക്കുക. ഞാൻ ജസ്റ്റ് വീഡിയോ ലോങ് ആവാതിരിക്കാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നിങ്ങൾ വായിച്ചു നോക്കി തന്നെ കൊടുക്കുക. ബട്ട് അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇത് ഇത്രയും കഴിയുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ടാസ്കിലോട്ട് എത്തും. ഇവിടെ നിങ്ങൾക്ക് കാണാം എന്താണ് ഈ ടാസ്കിൽ ലേൺ ചെയ്യുന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് കൊടുക്കുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് ഓരോ വീഡിയോ ലെസൺസും, അതുപോലെ ഇവിടെ നെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഇവിടെ ക്വിസ് കാണും. ഓക്കെ, ഇത് നിങ്ങൾ പ്രോപ്പർലി വായിച്ചു നോക്കിയതിന് ശേഷം ഇവിടെ ആ ഒരു ക്വിസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതൊരു ടാസ്ക് 2 എന്ന് പറഞ്ഞിട്ട് അടുത്തത് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു വീഡിയോയും അതുപോലെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുക. ജസ്റ്റ് ഈ ഒരു ക്വിസ് പാസ്സാവുക. അതിനുശേഷം ഇത് ഇത്രയും കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഉണ്ട്. ലാസ്റ്റ് ഒരു ഫൈനലായിട്ടുള്ള ഒരു എക്സാം കാണും. അതും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ
റെസ്യൂമെ വയ്ക്കാനുള്ള ആ ഒരു ഇതും അതുപോലെ ഇൻ്റർവ്യൂ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. സോ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി തന്നെ നമുക്ക് ആ ഒരു ഈ ഒരു ഈ ഒരു ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള ഇൻറ്റേൺഷിപ്പും കംപ്ലീറ്റ് ആക്കേണ്ടത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങി പോവുകയാണ്. നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഓക്കെ. സോ ഒന്ന് ഞാൻ ജസ്റ്റ് എക്സ്പ്ലോർ കൊടുക്കുക. ഇവിടെ വന്നിട്ട് സെക്യൂരിറ്റി സെർച്ച് ചെയ്യുക. ഓക്കെ, സെക്യൂരിറ്റി സെർച്ച് ചെയ്യുക. ഇതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഈ ഓരോ കമ്പനി എടുക്കുമ്പോഴും ചെയ്യേണ്ട. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കും. ജസ്റ്റ് അത് ഫിൽ ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായി തന്നെ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതെല്ലാം നിങ്ങൾക്ക് പ്രോപ്പറായി തന്നെ റെസ്യൂമേലും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. കാര്യം നമ്മളിത് ടൈം എടുത്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ്. സോ അതനുസരിച്ച് തന്നെ വാല്യൂ ഉണ്ട്. അതുപോലെ നിങ്ങളെ കോളേജസിനും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഇത് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് നിങ്ങളെ ട്യൂട്ടറിൻ്റെ അടുത്തും ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടും ഇത് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇത് തന്നെ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റായിട്ട് വയ്ക്കാൻ പറ്റും. സോ ഒരുപാട് ഉപയോഗമുള്ള സർട്ടിഫിക്കറ്റാണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എത്തിക്കൽ ഹാക്കിംഗ്, ബഗ് ബൗണ്ടി, സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് വീഡിയോസും അതുപോലെ ടെക്നോളജി റിലേറ്റഡ് വീഡിയോസും എല്ലാം ഈ ഒരു ചാനലിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം സൈബർ സെക്യൂരിറ്റി ഇഷ്ടപ്പെടുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. സോ ജസ്റ്റ് ഒന്ന് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ബഗ് ബൗണ്ടി സീരീസ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് സീരീസിൽ ഞാൻ വെബ്സൈറ്റ് ഹാക്കിംഗ് ആണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീരീസിൽ ഈ ഒരു കാര്യം തന്നെയാണ് എക്സാക്ട്ലി നമ്മൾ ബഗ് ബൗണ്ടിയിലും ചെയ്യുന്നത്. സോ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധ ഐഡിയ കിട്ടും. ഈ സെയിം കാര്യം നിങ്ങൾ റിയൽ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ അതിനെ ബഗ് ബൗണ്ടി എന്ന് വിളിക്കും. ഞാൻ പ്രോപ്പറായിട്ടൊരു ബഗ് ബൗണ്ടി സീരീസ് ചെയ്യാം. ബട്ട് കറൻ്റ്ലി ഞാൻ ഇപ്പോൾ ഈ ഒരു എത്തിക്കൽ ഹാക്കിംഗ് സീരീസ് കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അത് ചെയ്തതിന് ശേഷം മാത്രം മറ്റത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നോക്കട്ടെ. പിന്നെ എനിക്ക് ടൈം അനുസരിച്ച് കിട്ടുന്ന അനുസരിച്ച് ബാക്കിയുള്ള ടൂൾസും അതുപോലെ കാര്യങ്ങളൊക്കെ കവർ ചെയ്തൊരു വീഡിയോ തന്നെ ഈ ബഗ് ബൗണ്ടി സീരീസ് പേരലായിട്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കാം. സോ ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.